നമസ്കാരം. ആർക്കി സ്കൂൾ ഓഫ് യോഗയുടെ പുതിയ തലത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മുദ്ര പ്രാണായാമ മുദ്ര എന്നാണ് ഇതിൻ്റെ പേര്. പ്രാണായാമം അതായത് അനുലോമ വിലോമ പ്രാണായാമം, അല്ലെങ്കിൽ നാഡിശുദ്ധി പ്രാണായാമം, സൂര്യഭേദി പ്രാണായാമം, ചന്ദ്ര നാഡി പ്രാണായാമം തുടങ്ങിയ അനവധി പ്രാണായാമങ്ങളൊക്കെ ഉണ്ട്. ഈ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ പിടിക്കുന്ന ആ ഒരു രീതിയാണ് ഈ പ്രാണായാമ മുദ്രയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത് വലം കൈയിൽ പ്രാണായാമ മുദ്ര പിടിക്കുകയും ഇടം കൈ കൊണ്ട് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഗ്യാൻ മുദ്ര പിടിക്കുകയുമാണ് ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് അനവധി ഗുണഫലങ്ങൾ കിട്ടുന്നതായിട്ട് യോഗശാസ്ത്രം പറയുന്നുണ്ട്. ഇപ്പം ഈ മുദ്ര പിടിക്കുന്നതിലൂടെ വായുമുദ്രയുടെയും ശൂന്യമുദ്രയുടെയും ഗ്യാൻ മുദ്രയുടെയും ഇങ്ങനെ 3 മുദ്രകളുടെ ഗുണം ഒരേ സമയത്ത് ലഭിക്കുന്ന ഒരു മുദ്രയാണ് ഈ പ്രാണായാമ മുദ്ര. അപ്പോൾ വലത് കൈ വായുമുദ്ര പിടിക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ വേദനകൾ പലപ്പോഴും അല്പം പ്രായമെത്തിയവർക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ശരീരത്തിൻ്റെ സന്ധിബന്ധങ്ങൾക്ക് പലയിടങ്ങളിലൊക്കെ എണീറ്റ് വരുമ്പോൾ, നമ്മൾ രാവിലെ എണീക്കുമ്പോഴുമൊക്കെ വേദന ഉണ്ടാവുക. അപ്പോൾ ഇത്തരം വേദനകളെയൊക്കെ മാറ്റുന്നതിന് ഈ പ്രാണായാമ മുദ്ര വളരെയധികം സുഖം നൽകുന്ന ഒരു മുദ്രയാണ്, വേദനകളൊക്കെ മാറ്റിയിട്ട്. അതുപോലെ ശൂന്യ മുദ്ര പ്രാണായാമ വേളകളിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ശബ്ദം കൊണ്ടുള്ള ശല്യത്തെയൊക്കെ നമ്മളിൽ നിന്ന് അകറ്റി നിർത്തും. അപ്പോൾ നമുക്ക് ആ ശബ്ദം കൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറയ്ക്കുന്നതിന് ഈ ശൂന്യമുദ്ര വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. അതായത് നമ്മൾ ഈ മുദ്ര ചെയ്യുമ്പോൾ ശാരീരികമായ അസ്വാസ്ഥ്യം കുറയ്ക്കുകയും ശബ്ദ സംബന്ധമായിട്ടുള്ള അസൗകര്യങ്ങളൊക്കെ കുറയുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഗ്യാൻ മുദ്ര, ഇടം കൈയിൽ ഗ്യാൻ മുദ്ര പിടിക്കുന്ന കാര്യം പറഞ്ഞു. ആ ഗ്യാൻ മുദ്ര പിടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സമാധാനവും ഏകാഗ്രതയും ഒക്കെ നമുക്ക് ഈ ഗ്യാൻ മുദ്രയിലൂടെ, അല്ലെങ്കിൽ മനോനിയന്ത്രണമൊക്കെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ പ്രാണായാമ മുദ്ര ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രാണായാമ മുദ്ര പരിശീലിക്കുന്നത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇത് വലത് കൈയിലാണ് ഈ മുദ്ര പിടിക്കുക. ഇതിൻ്റെ നടുവിരലും ചൂണ്ടുവിരലും താഴേക്ക് ഉള്ളിലേക്ക് മടക്കുകയും ബാക്കി വരുന്ന 3 വിരലുകൾ, അതായത് നമ്മുടെ തള്ളവിരല്, മോതിര വിരല്, ചെറുവിരല്, ഇത്രയും വിരലുകളാണ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക. എന്നിട്ട് ഈ വിരലുകൾ നമ്മൾ സാധാരണ പിടിക്കുന്നത് ഇങ്ങനെ, എന്നിട്ട് ഇടം കൈയിൽ നമ്മൾ ഗ്യാൻ മുദ്ര അല്ലെങ്കിൽ ചിന്മുദ്ര എന്ന് പറയുന്ന മുദ്ര തള്ളവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിക്കുകയാണ് ചെയ്യും. ഇങ്ങനെയാണ് ഈ മുദ്ര പിടിക്കേണ്ടത്. നമ്മൾ ഈ വലത് കൈയിലെ പ്രാണായാമ മുദ്ര പലപ്പോഴും പ്രാണായാമം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് തള്ളവിരൽ വെച്ചിട്ട് നമ്മുടെ വലത് മൂക്കടയ്ക്കാനും ഈ മോതിര വിരല് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടത് മൂക്കടയ്ക്കാനുമാണ് ഈ ഒരു രീതിയിൽ പിടിക്കുക. ഇതിനെ വിഷ്ണു മുദ്ര എന്നുമൊക്കെ ഇടയ്ക്ക് പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ പറയുന്ന പല മുദ്രകൾക്കും വേറെ പേരുകളിലൊക്കെ അറിയപ്പെടാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കമൻറ്റുകളിലൊക്കെ ഇത് ഇന്ന മുദ്രയല്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പം പലരും നമ്മളിലേക്ക് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം, ചില സ്ഥലങ്ങളൊക്കെ മാറുമ്പോൾ, കാലഭേദങ്ങളും അല്ലെങ്കിൽ സ്ഥലവും ഒക്കെ മാറുമ്പോൾ അതിൻ്റെ ആ മുദ്രകൾക്ക് ഉപയോഗിക്കുന്ന ഒരേ കാര്യമാണെങ്കിൽ ആ മുദ്രകളുടെ പേരുകൾ ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പം അങ്ങനെ ഒരു വ്യത്യാസങ്ങൾ നമ്മൾ പറയുന്ന മുദ്രകളിലും പേരുകൾക്ക് വ്യത്യാസം ഉണ്ടായെങ്കിലും ചെയ്യുന്ന രീതികളൊക്കെ എല്ലാം തന്നെ തുല്യമാണ്, സമമായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയുന്നു. അപ്പോൾ ഇങ്ങനെ കൈകൾ പിടിച്ചുകൊണ്ടാണ് നമുക്ക് ഇടത് കൈ ഗ്യാൻ മുദ്രയും വലത് കൈ പ്രാണായാമ മുദ്രയിലും പിടിച്ചുകൊണ്ട് കുറേയധികം സമയം നമ്മളിങ്ങനെ ശ്വാസോച്ഛ്വാസത്തെ നന്നായിട്ട് ചെയ്തുകൊണ്ട് നല്ല ധ്യാന നിമഗ്നനായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗുണഗണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് കൂടുതൽ മാനസിക നിയന്ത്രണം, അതുപോലെ ശാരീരിക വേദനകൾ അകറ്റുന്നു. നമുക്ക് മെഡിറ്റേഷൻ സമയത്ത് നമുക്ക് ശബ്ദങ്ങളുടെ ശല്യങ്ങളെയൊക്കെ അകറ്റി തന്നുകൊണ്ട് വളരെ സുഖകരമായ ഒരു അനുഭൂതിയിലേക്കാൻ ഈ മുദ്ര നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.